ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഉത്തരാഖണ്ഡ് ട്രിപ്പിന്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഗാംഗാരിയ വില്ലേജിലെ ഗുരുദ്വാരയിലാണ്. ഇതാണ് നമുക്ക് കിട്ടിയ ബെഡ്. ഇന്ന് നമ്മൾ പോകുന്നത് ഹേമകുണ്ടിലേക്കാണ്. അവിടെ ഒരു അടിപൊളി ലേക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വെക്കാൻ ക്ലോക്ക് റൂം ഉണ്ട്. ഇതും ഫ്രീ ആണ്. അപ്പൊ ഫുഡും കഴിച്ച് നമ്മളെ യാത്ര തുടങ്ങി ഗൈസ്. ഗാംഗാരിയ വില്ലേജിന്റെ ഒരു എൻഡിലെത്തിയ നമുക്കൊരു ഓട്ടോ സ്റ്റാൻഡ് പോലെ നമുക്ക് കുതിര സ്റ്റാൻഡ് കാണാം. നമ്മളെ സാധനമൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചത് കൊണ്ട് അതിന്റെ അടങ്ങാറില്ല. നമ്മൾ വെള്ളം മാത്രം കൊണ്ടുപോയി. അത് കണ്ട ഗ്ലേഷ്യേഴ്സ്, ആ പുഴയാണ് ഐസായത്. നമ്മൾ മേലോട്ട് പോയി കൊണ്ടുവെക്കുമ്പോ കോട വന്നു തുടങ്ങി. ഈ ഒരു വ്യൂ കാണുമ്പോൾ എനിക്ക് ബാഹുവിലുള്ള രംഗ പറഞ്ഞു വരുന്നത്. അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ കോടയെല്ലാം കൂടി. അപ്പൊ ദൂരെയുള്ള കാഴ്ചകളൊന്നും കാണുന്നില്ല. നമുക്ക് ഇവിടെ കാണാൻ കുറച്ച് വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടത്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ട്രാൻസ്പോർട്ടേഷൻ ഉള്ള നമ്മളെ നാട്ടിലേക്ക് തന്നെ കാണാൻ അത്യാവശ്യം നല്ല വേസ്റ്റ് കൂമ്പാരങ്ങള്. അപ്പോ ഇവിടെ ഇവർക്ക് താഴോട്ട് ഇതൊക്കെ എത്തിക്കണമെങ്കിൽ കുതിരയൊക്കെ ഉപയോഗിക്കണം. അപ്പൊ എന്തായാലും അത്ര കഷ്ടപ്പെടുന്നില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് കാണാം ഒരാള് വിൽക്കാൻ പറ്റുന്ന സാധനം എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട പ്രഷർ ഡിഫറൻസ് കാരണം ലേസെല്ലാം വേർത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ലേസിന് പൈസയും കൂടുതലാണ്. 1 മണിക്കൂർ നടന്ന ശേഷം നമുക്ക് വിശന്ന്. അപ്പൊ മാഗി കഴിക്കാനേ നിർത്തിയുള്ളൂ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ 100 റുപ്യാണ്. അതുകൊണ്ട് നമ്മൾ എന്താക്കി വെച്ചാല് ഒരു മാഗി 2ആളും കൂടി കഴിച്ചു. പിന്നെ ഇത് നേരായ വഴിയല്ല, ഇതൊരു ഷോർട്ട് കട്ട് ആണ്. ഷോർട്ട് കട്ട് എടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി കുത്തനെയായിരിക്കും, എഫേർട്ട് കൂടും, നമുക്ക് സ്റ്റാമിന എല്ലാം കുറയും. പക്ഷെ നമ്മളെ ക്യൂരിയസിറ്റി അതിന് സമ്മതിക്കില്ല, നമ്മൾ അതിൽ തന്നെ പോവുക. അതുകൊണ്ട് കുറച്ച് ദൂരം നമ്മൾ വെറുതെ നടക്കേണ്ടി വന്നില്ല. ഇതിപ്പോ നോക്കിയാൽ മനസ്സിലാക്കും. നമ്മൾ ചുറ്റി വരുന്നതിന് പകരം ഡയറക്റ്റ് താഴേന്ന് മേലോട്ട് കയറി. ഇത് ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഗ്ലേസർ ആണ്. ഇതിന്റെ അടിയിൽക്കൂടെ വെള്ളം പോകുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ ഇതിന്റെ മേലേക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഡേഞ്ചർ ആണ്. ഹേമകുണ്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയാൽ നമുക്ക് 2 വഴി കിട്ടും. ഒരു സ്റ്റെപ്പ് കൂടിയുള്ളത്, ഒരു നോർമലായ വഴി. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ പറ്റിയ തെറ്റാണ് സ്റ്റെപ്പ് എടുത്ത്. ഞങ്ങളെ സകല ഇടപാടും തീർന്ന്. ചില ആൾക്കാർക്ക് ബ്രീത്തിങ് പ്രോബ്ലം വന്ന്, എന്നിട്ട് നമ്മൾ പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് കയറി. ഗൈസ്, അതാണ് ബ്രഹ്മകമലം. നമ്മളെ ബദ്രിനാഥ് സിനിമയെ കണ്ടിട്ടില്ലേ, കമല പറിക്കുന്ന പൂവ്, അതാണത്. നമ്മൾ എപ്പോഴും പെറ്റ് ഷോപ്പ് പോയാൽ കാണുന്ന ഒരു ജീവിയല്ലേ ഹാംസ്റ്റർ. പക്ഷെ ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല ഹാംസ്റ്റർ ഇതുപോലത്തെ സ്ഥലത്താണ് ശരിക്കും ജീവിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ മേലോട്ട് കയറുമ്പോൾ ഒരാൾക്ക് വയ്യായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം കൊടുത്ത് സഹായമാണൊക്കെ ചോദിച്ചു. അപ്പൊ ഇതിന് പ്രശ്നമൊന്നുമില്ല പറഞ്ഞവര്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഹേമകുണ്ടിൽ എത്തി ഗൈസ്. ഒന്നും കാണുന്നില്ല, നമ്മള് ഗുരുദ്വാരയും കാണുന്നില്ല, വേറൊന്നും ചുറ്റുള്ള ഒന്നും കാണുന്നില്ല. നമുക്ക് താഴേന്ന് കയറുമ്പോൾ തന്നെ അറിയാലും നമ്മള് ഇത് മൂഞ്ചിന്ന്. ഇവിടെയുള്ള ഗുരുദ്വാര സ്റ്റേ ഒന്നുമില്ല, പക്ഷെ ഒരു നേരം ഫുഡ് തരും. ലൈക്ക് ഒരു കഞ്ഞി പോലത്തെ സാധനം. അതിന് ഇവര് വിളിക്കുന്നത് കിച്ചടി എന്നാണ്. കിച്ചടിയും കുടിച്ച് നമ്മൾ ലേക്ക് കാണാൻ പോയതാ. ലേക്കിന്റെ തുടക്കം മാത്രമേ കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല. ശരിക്കും ഇതൊരു അടിപൊളി വ്യൂ ആണ്. ലേക്കും പിന്നെ ചുറ്റും പർവ്വതമൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷെ നമ്മൾ വന്ന ടൈം കറക്റ്റ് ആയില്ല. ഇതാണ് ബ്രഹ്മകമല് നമ്മൾ നേരത്തെ കണ്ടത്. ഇത് ഇവരുടെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വിരിഞ്ഞിക്കില്ല. വിരിഞ്ഞ നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പൊ ഗൈസ്, ഇതാണ് ഹേമകുണ്ട്. നമ്മൾ ഇന്നലെ തിരിച്ചു പോവും ഗാംഗാരി വില്ലേജിലേക്ക്. അവിടുന്ന് നാളെ വാലി ഓഫ് ഫ്ലവറേക്ക് പോകും. അപ്പൊ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഗൈസ്. ബൈ.